എന്തായാലും ചെറിയുടെയും പട്ടിയുടെയും കഥ ഇവിടെ തീരുന്നു. അല്ല, ഇത് മൊത്തവും എഴുതി റീഡേഴ്സ് ഡൈജസ്റ്റിന് അടുത്ത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു 2000 രൂപ കിട്ടത്തില്ല. അത് എന്താ ഫീഷർ? എന്താ താങ്കൾക്ക് തോന്നുന്നത്? 2000 രൂപ കിട്ടും. അയച്ചു കൊടുത്താൽ ഇതിനെ എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ല. അപ്പൊ ഞാനൊന്ന് പറഞ്ഞു നോക്കി എന്താ? എനിക്ക് നിങ്ങൾ മനസ്സിലായിട്ടില്ല, നിങ്ങളുടെ വീട്ടുടമസ്ഥയെ മനസ്സിലായിട്ടില്ല, അവളുടെ പട്ടിയെയും മനസ്സിലായിട്ടില്ല. അവളുടെ പട്ടി അല്ല, അത് എന്റെ അല്ലല്ല, അവളുടെ പട്ടിയ. അല്ല, അപ്പൊ ഞാൻ എന്നതാ ആലോചിച്ച. അപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല, ശരിയാ, ഞാൻ നിങ്ങളെ പോലെ കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളും തത്തകളൊന്നുമില്ല. പിന്നെ നിങ്ങൾ ബോക്സിൽ വല്ല താമസിക്കുന്നില്ല. നിങ്ങളുടെ സ്ഥിതി എന്തായാലും അതല്ല വേണ്ടത്. ഞാൻ അതൊന്നും അല്ലല്ലോ ഉദ്ദേശിച്ചത്. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായിട്ടില്ല. അല്ല, അതുപോലെ എന്തായാലും എന്നെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. ഞങ്ങൾ പ്രസാദം എല്ലാ തരക്കാരെയും എടുക്കും. നിങ്ങളൊരു ഭയങ്കര മോശക്കാരൻ. എന്തായാലും ഇപ്പൊ അല്ല. അപ്പൊ നിങ്ങള് എന്നെ പോലെ ഒരാളെ അല്ല ഇവിടെ പ്രതീക്ഷിച്ചത്. ഞാൻ ഇത്തരം ഒരു വൈകുന്നേരം അല്ല പ്രതീക്ഷിച്ചത്. തന്നെ പോലെ ഒരാളെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആരും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചത് അല്ല, എന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ ഞാനിവിടെ ഉടനെ ഒന്നും പോകുന്നുമില്ല. ശരി, എങ്കിൽ ഞാൻ ഉടനെ പോലെ എനിക്ക് പോയിട്ട് ചില പണികളുണ്ട്. അതെ, അതല്ല, ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്നൊരു കാര്യമുണ്ട്, ഞാൻ പറയാം. അതായത് മനുഷ്യനെ ബോറടിപ്പിക്കാൻ വേണ്ടി എത്ര കഥകൾ പറയുന്നത്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? എന്ത് എഴുതി കേട്ടോണ്ടിരിക്കുന്നത്? ഞാൻ പോവാ. പോലുള്ള പണ്ട കഥകൾ എല്ലാ അപ്സൈഡ് തിയേറ്ററിലും ഉണ്ടാവും. പക്ഷെ നമ്മളത് കേൾക്കാൻ ഞാൻ എന്തിനാ മൃഗശാലയിൽ പോയെന്ന് വെച്ചാൽ അവിടെ മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ എങ്ങനെയാ കഴിയുന്നതെന്ന്, അല്ലെങ്കിൽ മൃഗങ്ങളും തമ്മിൽ എങ്ങനെയാ കഴിയുന്നത്, അതൊരു നല്ല പരീക്ഷണമായിരുന്നു. എന്താന്ന് വെച്ചാ അവിടെ മൃഗങ്ങൾ
മൃഗങ്ങളും തമ്മിൽ കമ്പിയടികൾ കൊണ്ട് അകറ്റപ്പെട്ടിരിക്കുക. മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇടയിലും ഉണ്ട് അത്തരത്തിലൊരു വേർതിരിവ്. ഒരു മൃഗശാല ആയാലും അങ്ങനെ അല്ലേ? ആവശ്യത്തിനുള്ള സ്ഥലമുണ്ടേ. അപ്പോ ഇന്ന് മൃഗശാലയില് അവിടെ പലജാതി മൃഗങ്ങളുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകളെല്ലാം അവരുടെ കുട്ടികളും മൊത്തം കുടുംബമായിട്ട് കുഞ്ഞു പച്ചക്ക് വന്നേക്കുവാ. അവിടെ ഭയങ്കര തിരക്കാണ്. ശകലം ആവശ്യത്തിൽ കൂടുതൽ സ്ഥലമായി. അപ്പോ ഇന്ന് മൃഗശാലയില് ഭയങ്കര ചൂടുള്ള ഒരു പകല്. അവിടെയാണെങ്കിൽ ഈ ബലൂൺ കച്ചവടക്കാർ, ഐസ്ക്രീം കച്ചവടക്കാർ, കപ്പലണ്ടി കച്ചവടക്കാർ, ഇവരുടെയൊക്കെ അങ്ങോട്ട് ബഹളവും നാച്ചവും, പിന്നെ പോരാതെ കുതിരകളുടെ കരച്ചിലും കിളികളുടെ ചിലമ്പലും പറയണ്ട. അപ്പൊ എനിക്ക് ഇനി ഇപ്പൊ ഇങ്ങോട്ട് നീങ്ങാൻ സ്ഥലമില്ല. തോളം കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സിംഹം എനിക്ക് എന്താ വേണ്ട? സിംഹത്തിന്റെ കൂട്ടിലെ അതിന് തീറ്റ കൊടുക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെന്നത്. സിംഹത്തിന്റെ സൂക്ഷിപ്പുകാരൻ സിംഹത്തിന്റെ കൂട്ടിൽ കിടന്ന് എനിക്കെന്താ വേണ്ടേ? എനിക്കെന്താ സുഖമാണ്. തനിക്ക് കഥയാണ്. എനിക്ക് കഥ ഒന്നും കേൾക്കണമെന്നില്ല. താൻ എന്ത് തോള ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അത്ര തന്നെ. എടാ തന്തയില്ലാത്ത മോനെ, തന്തയ്ക്ക് വിളിക്കുന്നുണ്ടോ? എനിക്ക് എന്റെ പ്രാന്തത്തിന്റെ കയ്യിരിക്കണം. എന്റെ അടുത്ത് എടുക്കരുത്. എഴുന്നേക്ക്. അല്ല, ഒരു കാര്യം പറയാൻ വയ്യ. എന്താ വെച്ചാൽ നീയേ ഇവിടെ നോക്കി, നീ ഒരു മൊണ്ണ നിർത്ത. നീ മൊണ്ണയാണ്. നീ ഒരു കുപ്പച്ചീന. ഇന്ന് ഉച്ച മുതൽ നിന്നെ ഞാൻ സഹിക്കുക. മനസ്സിലായോ? അതിന്റെ യാതൊരു ആവശ്യമില്ല. നീ ഒരു നല്ലവനാണെന്ന് വിചാരിച്ച് പറഞ്ഞത് മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. നിനക്കൊക്കെ സംസാരിക്കുമ്പോ കേൾക്കാൻ ആരും വേണമെന്ന് വിചാരിച്ചു. അത്ര മാത്രം.